Hello. Hello. So the signature is done. അങ്ങനെ ചിപ്പിയും കുഞ്ഞൂസും ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. വീഡിയോഗ്രാഫർ അച്ചുവിനോടൊപ്പം. ഗുഡ് മോർണിംഗ്. കുഞ്ഞൂസ് പെണ്ണെ എവിടെ പോവാ? റെഡി ആയിരിക്കുക. കുഞ്ഞൂസ് പെണ്ണ് നാട്ടിൽ പോവാന്നോ? റെഡി ആയോ? അങ്ങനെ നമ്മളെല്ലാവരും കൂടി നാട്ടിൽ പോവാണ്. കുഞ്ഞൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് പോകുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ്. നമ്മൾ കോർക്കിൽ നിന്ന് ഡബ്ലിൻ വരെ ബസ്സിലാണ് പോകുന്നത്. 1 മണിക്കാണ് ബസ്. ഇപ്പോൾ 12:15 കഴിഞ്ഞു രാവിലെ. അപ്പോൾ ഇന്ന് 8 മണിക്കാണ് ഫ്ലൈറ്റ് രാവിലെ. നമുക്ക് ഡബ്ലിനിൽ നിന്ന് അബുദാബി ടു ട്രിവാൻഡ്രം നമ്മളങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. സമയം 12:15 ആകാറായി. നമ്മൾ നേരെ ബിനിച്ചാൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ബിനിച്ചേട്ടൻ നമ്മളെ കോർക്കിൽ ഡ്രോപ്പ് ചെയ്യും. എൻ്റെ വണ്ടിയിൽ ലഗേജ് എല്ലാം കയറ്റി ബിനിച്ചേട്ടൻ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത് 8 ഡിഗ്രിയാണ് കോർക്കിൽ. അപ്പോൾ നമ്മൾ ആശാൻ്റെ വീട്ടിൽ വന്ന് ആശാനാണ് നമ്മളെ കോർക്കിൽ ഡ്രോപ്പ് ചെയ്യണത്. പോയാലോ എന്നാ? 1 മണിക്കാണ് ബസ്. ഓക്കെ. കുഞ്ഞൂസ് ബസ് കത്തിക്കാണോ കോർക്കിൽ? ന്യൂസ് എല്ലാം റെഡി ആയിക്കുന്നത്. ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബസ് വന്നു. ബസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. കുഞ്ഞ് ബസ്സിൽ കയറാൻ പോവാന്നോടി. നമ്മൾ ലഗേജ് എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. അനീഷേട്ടനുണ്ട് നാട്ടിൽ പോകാൻ വേണ്ടി. നമ്മളതാ ബസ് കയറാൻ വന്നപ്പോൾ അനീഷേട്ടൻ വന്നിട്ടുണ്ട്. അനീഷേട്ടാ ഹോളിഡേ ആണ്. അതെ, ഓക്കെ. കുഞ്ഞൂസേ ബസ്സിൽ കയറി സെറ്റായാ? ഓക്കേണാ? 1 മണി കഴിഞ്ഞപ്പോൾ തന്നെ ബസ് എടുത്തു കോർക്കിൽ നിന്ന്. ഇവിടെ നിന്ന് 3 മണിക്കൂറാണ് ഡബ്ലിനിലേക്ക്. അങ്ങനെ നമ്മൾ 3:52 ആയപ്പോൾ തന്നെ ഡബ്ലിൻ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തതിന് ശേഷം എമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ്. ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതാണ് ഡബ്ലിൻ എയർപോർട്ടിനകത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സും ലിക്കറും കോസ്മെറ്റിക് ഐറ്റംസും എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ലിക്കറും ചോക്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ലിക്കറിന്. തൊട്ടടുത്ത അതിൻ്റെ ചേട്ടൻ എന്താ മേടിച്ചേ? ജെയിംസണാ? 2 ലിറ്റർ മേടിച്ചല്ലേ? നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോക്ലേറ്റ് ഒന്നും മേടിക്കുന്നില്ലേ? ഗേറ്റ് 306 ഇങ്ങോട്ടാണ് ഇപ്പോൾ ഉള്ളത്. കുഞ്ഞൂസ് പാലൊക്കെ കുടിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്. ചിപ്പി ഇതാ ക്രോയ്സൻറ്റും ചായയൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് അതൊക്കെ കഴിച്ചിരിക്കുവാണ്. ചിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു ബസ്സിലെ യാത്ര കുഞ്ഞൂസിനെ കൊണ്ട്? സൈലൻ്റായിട്ടാണ് നല്ല കളിച്ചുണ്ടാക്കിയായിരുന്നു. ഫ്ലൈറ്റിലും അങ്ങനെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അറിയില്ല. നമ്മൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഇത്തിഹാദ് നമ്മൾ പോകുന്ന എത്തിഹാദ് ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ലോഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ആ കാണുന്നതാണ് അനീഷേട്ടൻ പോകുന്ന ഖത്തർ എയർവേസ്. ഇപ്പോൾ സമയം 6:30 മണിയായി. 7:30 മണി തൊട്ടാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞൂസ കുഞ്ഞിപ്പെണ്ണ 7:30 മണിയായപ്പോൾ നമ്മൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റാണ്.
അങ്ങനെ ചിപ്പിയും കുഞ്ഞൂസും ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. കുഞ്ഞൂസ് ഫ്ലൈറ്റിൽ കയറാൻ പോവാന്നോ? കുഞ്ഞൂസ് ഇങ്ങനെ അന്തം വിട്ട് നോക്കും എല്ലായിടത്തും. കുഞ്ഞൂസ് കരയല്ലേ? എവിടെയാണ് നമ്മളെ സീറ്റ്? കുഞ്ഞൂസ് ഫ്ലൈറ്റിൽ കിടന്നിട്ട് ഭയങ്കര ബഹളാ, രക്ഷയില്ല. എന്തുവാ ഒരംഗമാണ് കേട്ടോ ഫ്ലൈറ്റിൽ കിടന്നിട്ട്. കുഞ്ഞൂസേ എന്തുവാ കിടന്ന് ബഹളം ഫ്ലൈറ്റിൽ കിടന്നിട്ട്? ബാക്കിയുള്ളവരെ കിടന്ന് ഉറങ്ങണം കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇട്ടാ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിരിക്കുകയാണ് കുഞ്ഞൂസ്. എങ്ങനെയുണ്ട് സീറ്റ് ബെൽറ്റ്? എങ്ങനെയുണ്ട് കുഞ്ഞൂസ്? സീറ്റ് ബെൽറ്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? സീറ്റ് ബെൽറ്റ് ഓക്കെ ആണ്? കുഞ്ഞൂസിന് ചൂടെടുക്കുമെന്നും പറഞ്ഞ് തെമോന്ന് മേടിച്ച ഫാനാണ്. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? കുഞ്ഞൂസിന് അടിച്ചു കൊടുത്ത് നോക്കട്ടെ. ഹായ്, കൊള്ളാമോ കുഞ്ഞൂസ്? കുഞ്ഞൂസിന്റെ കട്ടില് കണ്ടോ? കണ്ടോ കട്ടിലുണ്ടോ? എയർ ഹോസ്റ്റസ് വന്നിപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്നത് ബാസിനെറ്റ് അല്ലെങ്കിൽ ബേബി കോട്ടാണ്. ഫ്ലൈറ്റിൽ മുന്നേ കൊച്ചുങ്ങളായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്ക് അറിയായിരിക്കും. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് ഓൾറെഡി നമ്മൾ കൺഫേം ചെയ്തിരുന്നു ടിക്കറ്റിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ബിസിനസ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എക്കണോമിയാണ് നമുക്ക് സീറ്റ് തന്നത്. ഏറ്റവും ഫ്രണ്ടിൽ 4 കുട്ടികളുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ അവർക്ക് 4 പേർക്ക് 4 ബാസിനെറ്റ് അവർ ഫിക്സ് ചെയ്ത് തന്നിരുന്നു. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. സാധാരണ നമ്മൾ പുറകിലോട്ടൊക്കെയാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ മുന്നിലിരിക്കുന്ന സീറ്റിൻ്റെ പുറകിലായിരിക്കും ഇത് ഫിക്സ് ആക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഫ്രണ്ടിലായതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കൊണ്ടുവന്നു. ഇത് ചിക്കൻ, ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ്, ചീസ് കേക്ക്, ഓക്കെ. ഒരു സലാഡ് എന്താണ്? ചിക്കൻ കൊള്ളാം. ചിക്കൻ ടേസ്റ്റ് ചെയ്ത് കൊള്ളാം. സ്മാഷ് പൊട്ടത്തെ ചിക്കൻ ഒരു ബ്രൗൺ സോസൊക്കെ വെച്ചിട്ട് ഒരു ചിക്കൻ ഒരു ബീഫാണ് മേടിച്ചത്. ബീഫ് തന്നെ കിടക്കുന്നുണ്ട്. ബീഫിൽ സോയയും പിന്നെ സ്വീറ്റ് ചില്ലി സോസും അങ്ങനെ എന്തൊക്കെ. ബീഫ് കൊള്ളാം, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചിക്കനാണ്. ഇതൊരു സലാഡാണ്, സ്വീറ്റ് കോൺ, വേറെ എന്താ മസ്റ്റാർഡിൻ്റെ എന്തോ സ്പ്രൗട്ട് പോലത്തെ സംഭവം, എന്താണെന്ന് അറിയില്ല. ഒരു വെറൈറ്റീസാണ്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. ഇതൊരു പാഷൻ ഫ്രൂട്ട് ചീസ് കേക്കാണ്. കുറച്ച് ക്രംസ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചീസ് കേക്കിൻ്റെ. നല്ല ടേസ്റ്റ് ഉണ്ട്. മൾട്ടി ഗ്രെയിൻ്റെ ഒരു ബ്രെഡ് റോളാണ്, അതൊന്നും കഴിച്ചല്ല.
സോഫ്റ്റാണ്. ചിക്കനും കൊള്ളാം, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ചീസ് കേക്കും കൊള്ളാം, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എത്തിഹാദിൽ നമ്മൾ കിട്ടിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പിയും കുഞ്ഞൂസൊക്കെ ഉറക്കമായി. എനിക്ക് ഉറക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നവരുടെ ടി വി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇന്ത്യൻ മൂവി സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് മലയാളവും തമിഴും ഹിന്ദിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കുറച്ച് മൂവീസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടത് മഞ്ഞുമൽ ബോയ്സ് ആണ്. സിനിമ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എയർ ഹോസ്റ്റസ് ടീ കോഫി കൊണ്ടുവന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സാൻഡ്വിച്ച്, ആപ്പിൾ ജ്യൂസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടു തരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫുഡും വെള്ളമൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സർവീസ് തന്നെ ആയിരുന്നു കിട്ടിയത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയമായപ്പോൾ ഫ്രണ്ട് ചെയ്യുന്ന ബാസിനെറ്റൊക്കെ എയർ ഹോസ്റ്റസ് വന്ന് റിമൂവ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്താറായി. ഡബ്ലിനിൽ നിന്ന് അബുദാബി വരെ ഏകദേശം ഒരു 8 മണിക്കൂറോളം യാത്രയാണ്. Hello. Hello. Baby, first flight certificate. Bless her. How was the flight? Good, yeah. Yeah. So the signature is done? Yeah. We're missing one signature. Can you take the picture with him? I can Yeah. take a photo for you. Okay. ഫ്ലൈറ്റ് അബുദാബിയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ക്യാപ്റ്റനും എയർ ഹോസ്റ്റസും എല്ലാം കൂടെ ചേർന്ന് കുഞ്ഞൂസിന് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബിയിലെത്തി. 7:30 ആയപ്പോൾ എത്തി. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി നമുക്ക്. ഇനി ട്രിവാൻഡ്രം ഫ്ലൈറ്റാണ്, നമ്മളിനി ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവാണ്. ഇത് അബുദാബി എയർപോർട്ടാണ്. എയർപോർട്ടിൽ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് മാത്രമേ ഉള്ളായിരുന്നു. എമിഗ്രേഷനും പിന്നെ ബോർഡിംഗ് പാസ്സൊന്നും എടുക്കണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഡബ്ലിനിൽ നിന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടിയായിരുന്നു ട്രിവാൻഡ്രത്തേക്കുള്ള. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പം ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് അബുദാബിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. കുഞ്ഞു കുഞ്ഞ് കാഴ്ച, ഡ്യൂട്ടി ഫ്രീയിലെ കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഗേറ്റ് ഇതാ, എത്തിഹാദ് ട്രിവാൻഡ്രം ഡീപ്പാട്. കുഞ്ഞു അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ പോവാ. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. Eva, new friend? Her name is Eva. Eva, new friend? അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റിൽ കുഞ്ഞൂസും വേറൊരു കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു ഫ്രണ്ടിൽ. ബാസിനെറ്റ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഡബ്ലിനിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ കുഞ്ഞൂസ് ബാസിനെറ്റിലും കിടന്ന് ഉറങ്ങില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ചിപ്പി, ഈ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നൈസ് ഫുഡായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, ദാല്, പിന്നെ ഒരു ജീരക വെണ്ണ. അങ്ങനെ രാവിലെ 3 മണിയായപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ഏകദേശം 2 വർഷത്തോളമായി നമ്മൾ നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് പോയിട്ട്. ഞാനും ചിപ്പിയും കുഞ്ഞൂസും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റിൽ വരുന്നത്. ചിപ്പി കഴിഞ്ഞ പ്രാവശ്യം പോയത്, ഞാൻ പോയത് എല്ലാം ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കുഞ്ഞൂസോട്ട് വരുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു. കുഞ്ഞൂസ് വരുന്നതും കാലത്ത് വീട്ടിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വീട്ടിലൊരു 10 മണി കഴിഞ്ഞ് എത്തുള്ളൂ പറഞ്ഞിരുന്നത്. അപ്പോൾ കൂട്ടുകാരന്മാർ വിളിക്കാൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പോയി ഒന്ന് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ട്രിവാൻഡ്രം എയർപോർട്ടിൽ. നമ്മളത് ആ ലഗേജ് എല്ലാം എടുത്ത് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിരിക്കുകയാണ്. കൂട്ടുകാരന്മാർ പുറത്ത് ഇരിപ്പുണ്ട്. ചിപ്പി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞൂസായിട്ടുള്ള യാത്ര? കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തല്ലേ? അതെ അതെ, എല്ലാവർക്കും ക്ഷീണമാണ്. കുഞ്ഞിൻ്റെ ക്ഷീണമാണ്, കുഞ്ഞിനും ക്ഷീണമാണ്, അച്ഛനും അമ്മയ്ക്കും ക്ഷീണമാണ്. എത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. കിട്ടി. ക്യാപ്റ്റൻ്റെ അടുത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്തു. നല്ല കുഴപ്പമില്ലായിരുന്നു. പിന്നെ ടെമോന്ന് ഞങ്ങൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് സ്പിന്നിങ് ടോയ് വാങ്ങിച്ചായിരുന്നു. അത് നമ്മൾ
ഫ്ലൈറ്റിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് അല്ലായിരുന്നു. പക്ഷെ ബസ്സിലാണ് ഞങ്ങൾ കോർക്ക് വരെ വന്നത്. അപ്പോൾ അവിടെ വരയ്ക്കും അത് വെച്ച് ഇവിടെ കളിപ്പിക്കാനൊക്കെ പറ്റിയായിരുന്നു. പിന്നെ ഗ്രാബിങ് ടോയും പിന്നെ ഒരു ജിറാഫ്, അങ്ങനെ കുറച്ചധികം ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം യൂസ്ഫുള്ളായിരുന്നു. കുഞ്ഞൂസിനുള്ള അപ്റ്റാമിൽ ഫോർമുല ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതൊരു 3 ഷെൽഫ് ഉണ്ടല്ലോ നമ്മളെ, 3 ഷെൽഫുണ്ട്. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കലക്കി കൊടുക്കും, 6 ഷെൽഫിൽ കൊടുക്കും. എത്ര പൊടിയാണോ അതിൻ്റെ എമൗണ്ട് അനുസരിച്ച്. ഇതൊക്കെ നീ എവിടെ നിന്ന് ഐഡിയകൾ കിട്ടിയത്? ഇതൊക്കെ പിന്നെ ചേച്ചിമാരൊക്കെ പറഞ്ഞു, യൂട്യൂബിലൊക്കെ നോക്കി. യൂട്യൂബില്. പിന്നെ ചേച്ചിമാര്, ഒരു ചേച്ചി റാണിയുടെ ചേച്ചി, രാജ് ചേച്ചി ഉണ്ട്. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോർമുലയെ കൊണ്ടുപോകാനായിട്ട്. ആദ്യം നമ്മൾ ബോട്ടിൽ ഫുള്ളോട് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് ഇങ്ങനെ അതൊക്കെ വാങ്ങി. ഓക്കെ, അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ലൊരു യാത്രയായിരുന്നു. കുഞ്ഞൂസേ, നീ ഹാപ്പിയാണോ? നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. ഓക്കെ ആണോ കുഞ്ഞൂസേ? കുഞ്ഞൂസ പാലെ കുടിച്ച് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. നമ്മളെ കൂട്ടുകാരൻ അച്ചു ഷജിയുമൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു രക്ഷയില്ല, പൈലറ്റ് വരെ വീഡിയോഗ്രാഫർ അച്ചുവിനോടൊപ്പം സ്പെഷ്യൽ ബിജിഎമ്മൊക്കെ ഉണ്ട്. നമ്മള് എയർപോർട്ടിന്റെ പുറത്തിറങ്ങി. നമ്മളെ കൂട്ടുകാരൻ ഷജീമും അച്ചുന്താ വന്നിട്ടുണ്ട്. കുഞ്ഞൂസ്, നമ്മൾ തിരുവനന്തപുരത്തെത്തി. വണ്ടിയോടെ അങ്ങോട്ട് അങ്ങോട്ട് അല്ലേ. അങ്ങനെ നമ്മളതാ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പേരൂക്കടെ എത്തി. പള്ളി നമ്മൾ ചായ കുടിച്ചിട്ട് വേണം വീട്ടിൽ പോയി. അങ്ങനെ നമ്മൾ ചിപ്പയുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. പോണില്ലേ? അതോടെ അച്ചോടെ കാണി കാണി കാണി. ഗൗണ 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 ഉറക്കോ? മാമിര് വരുന്നത്, മാമിര് വരുന്നത്, മാമിര് വരുന്നത്. ബിന്ദു ചേച്ചി ഗാവലിവിടെ ഇല്ലേ? പൊങ്കാലിക്കെല്ലാം പോയി കാണും. ഗൗണ തുറക്കേതേ. ഗുഡ് മോർണിംഗ്. മതിയാളിയ ഞാൻ മണിക്ക് പോയി കാണും. മതിയാളിയ ചോപ്പേട്ടാ പോണു. അങ്ങനെ നമ്മൾ കുഞ്ഞൂസായിട്ട് വീട്ടിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. കുഞ്ഞൂസ് അച്ഛൻ്റെ വീട്ടിൽ പോവാണ്. ആ അതേ എന്താ നിൽക്കുന്നത്? വീഡിയോ എടുക്കണോ? കാറ് കണ്ടപ്പോൾ മനസ്സിലായി, പയ്യന്മാർ വരെയാണെന്ന്. എന്നെ ചീത്ത വിളിക്കും. ഇപ്പോൾ ഇന്നലെ കണ്ടിട്ട് നീ പറഞ്ഞില്ലല്ലെന്ന് പറയും. ഗേറ്റ് തുറക്കേ. പക്ഷെ അത് അവിടെ നിന്ന് എടുക്കാനുള്ളേ. ഉറങ്ങട്ട് ഓടിയല്ലേ പോട്ട് പോട്ട് പുറത്തേക്കാട് പോട്ട്. ആ ഇനി ഓടി പോട്ട് 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 പോട്ട്
അല്ലൊക്കെ തേക്കിട്ട്